ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കറിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് ഗ്രീൻ പീസ് ഞാൻ 7 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 6 വിസിൽ കേൾപ്പിച്ചെടുക്കാം. 6 വിസിൽ കേൾക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഇത് കുക്കായി കിട്ടും. ഒരു 4 വിസിലൊക്കെ ആണെങ്കിൽ കുറച്ച് ഹാർഡായിരിക്കും. ഒരു 6 വിസിലാകുമ്പോൾ ഇത് ഓഫ് ചെയ്ത് പ്രഷർ സെറ്റിലാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളിയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വലിയ ഉള്ളിയാണ്, സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് കടുക് പൊട്ടിച്ച ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സ്ലൈസ് ആയിട്ടാണ് സവാള അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ പൊടികളായിട്ട് ഉപയോഗിക്കുന്നത് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലകളെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. പിന്നീട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഗ്രീൻ പീസ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ചു ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇവിടെ ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രീൻ പീസ് കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇത് റെഡിയായി കിട്ടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും നല്ലത്. കുറച്ച് തിക്ക് ഗ്രേവി ആയിരിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.